ഹലോ, എല്ലാവർക്കും എന്നെ ഉണ്ട് വിശേഷം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണ് എന്നെ പ്രതീക്ഷിക്കുന്നു. വെൽക്കം ടു റോജസ് മിക്സ് ആൻഡ് മാച്ച് യൂട്യൂബ് ചാനൽ. വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഒന്ന് കാണണ്ടേ നിങ്ങളെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓടി വന്നതാണ് കേട്ടോ, നിങ്ങളൊന്ന് കാണാൻ. ആക്ച്വലി സ്റ്റേക്ക് ഇപ്പൊ പുറത്ത് പോയിട്ട് വന്നതാണ്, അതുകൊണ്ടാണ് കോട്ട് പോലും ഊരാതെ ഈ കിച്ചണിൽ വന്ന് പണിയുന്നത്, കിച്ചണിൽ വന്ന് നിൽക്കുന്നത്. ഇത് ആക്ച്വലി ഞാൻ പെട്ടെന്ന് തന്നെ പറയാം. ഒരു വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ്, അതായത് ഒരു ഫുഡ് ഞാൻ 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയതാണ്. അതിന്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് മിനിറ്റിലാണ് എടുക്കാൻ ഓർത്തത്. അപ്പം വീഡിയോ ഒരു ഇച്ചിരിയേ ഉള്ളൂ, പക്ഷെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മൾ എന്താണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? തണുപ്പൊക്കെ ഉണ്ടോ? ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്യും. ഫെബ്രുവരി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ലിറ്റിൽ ബിറ്റ് ഒരു ചേഞ്ച് വരുമായിരിക്കും. യൂഷ്വലി അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നമ്മൾ അങ്ങനെയാണല്ലോ പ്രതീക്ഷിക്കുന്നത് അല്ലേ? ഇന്നെന്തൊക്കെ നമുക്ക് തടസ്സങ്ങളുണ്ട്, ഇന്നെന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളെപ്പോഴും എന്താ ഓർക്കുന്നത്, നാളെ എനിക്കൊരു നല്ല ദിവസം വരും അല്ലേ? നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. എനിവേ സോറി, ഞാൻ പറയാൻ വന്നത് നിങ്ങളോട്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാധനം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു സാധനം ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് 5 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് പരീക്ഷിച്ചുകൂടാ? പരീക്ഷിച്ചപ്പോൾ നന്നായിട്ട് വിജയിച്ചു. ലാസ്റ്റ് ആണ് ഞാൻ അതിന്റെ വീഡിയോ എടുത്തത്. വീഡിയോ എനിക്ക് ഇച്ചിരിയേ കിട്ടിയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുന്നത്, നിങ്ങളെ ഒന്ന് പറയുന്നത് എന്താണെന്ന്. ഇത് ആക്ച്വലി ഞാനൊരു പുട്ടുണ്ടാക്കിയതാണ്. നിങ്ങളോർക്കും ഇതാണോ വലിയ കാര്യം, രാവിലെ ഇവിടെ വന്നേക്കുന്നത് പുട്ടുമായിട്ട്? എനിവേ അല്ല, ഇത് വലിയ കാര്യമില്ല. നിങ്ങൾ എല്ലാവരും വേണ്ടി ട്രൈ ചെയ്യണം. പുട്ടെല്ലാം സാധാരണ കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കുക. പുട്ടുപൊടി കൊണ്ട് വെള്ളവും ഉപ്പ് വെച്ച് നമ്മൾ കുഴയ്ക്കുക. നന്നായിട്ട് കുഴയ്ക്കുക, അത് മാറ്റി വെക്കുക. ഒരു 2 മിനിറ്റ് മാറ്റി വെക്കുക. പിന്നെ നമ്മുടെ തേങ്ങായിട്ട് പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ചിരട്ടപ്പുട്ടിനകത്ത് ഉണ്ടാക്കാം, നമ്മുടെ മറ്റേ എന്നാ പറയണ്ടേ, നമ്മുടെ പുട്ടും കുറ്റിക്കകത്തും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അത് രണ്ടിൻ്റെ അകത്തും ആണ് സാധാരണ മാറി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇപ്രാവശ്യം ഓർത്തൊരു ഡിഫറെന്റ് ആയിട്ടിരിക്കട്ടെ എന്ന് ഓർത്ത്. അപ്പൊ നമ്മുടെ സ്റ്റീമറിന്റെ അകത്ത് നല്ല സ്പേസ് ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ ഒരു ഗ്ലാസിൻ്റെ അകത്ത് ഞാൻ നിറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ഞാൻ നിങ്ങളെ പെട്ടെന്ന് വീഡിയോക്കകത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് കപ്പ് ഇങ്ങനെ എടുക്കണേ. നമ്മുടെ പ്ലാസ്റ്റിക് കപ്പിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി പുട്ടിൻ്റെ പൊടി അതിനകത്ത് നിറച്ചു. ഇപ്പോൾ ലാസ്റ്റ് അതിനകത്ത് മുകളിലോട്ട് തേങ്ങായും കൂടെ ഇടുകയാണ്. തേങ്ങായും കൂടെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ആ പുട്ട് സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കി. എന്നിട്ട് നമ്മളൊരു സ്പൂൺ വെച്ച് നമുക്ക് ജസ്റ്റ് ഇച്ചിരി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പുട്ട് നമ്മൾ ആ സ്റ്റീമറിനകത്തോട്ട് നമ്മൾ മെല്ലെ അത് കമത്തി വെക്കുമ്പം അത് പോകാതിരിക്കാനായിട്ട് സഹായിക്കും. ഞാനിപ്പോൾ ചെയ്യുന്നുണ്ടോ? അപ്പം അതിൻ്റെ അകത്തോട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ ഓൾറെഡി 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 4, 5, 6 എണ്ണം അതിൻ്റെ അകത്ത് ഉണ്ടാക്കാമായിരുന്നു. ഇപ്പം കണ്ടോ, ഞാൻ അപ്പം അതും കൂടെ എടുത്തു. അത് കണ്ടോ, അത് കമത്തി വെച്ചിട്ട് എടുത്തു കഴിഞ്ഞപ്പം പുട്ടിൻ്റെ അതേ ഷേപ്പിലിരിക്കുന്നുണ്ടോ? സാധാരണ നമ്മളിങ്ങനെ ചിരട്ടപ്പുട്ടിൻ്റെ അകത്ത് ഒരെണ്ണമല്ല ഇങ്ങനെ ഉണ്ടാക്കുന്നത്, മറ്റേ സ്റ്റീമർ നമ്മൾ ഇത് വെച്ച് പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് 4, 5 എനിക്ക് ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ 6 എണ്ണം ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ ഞാൻ ആദ്യത്തെയാണ് നമ്മൾ ട്രൈ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് കിട്ടി. ഇത് കണ്ടോ, ഓൾറെഡി മൂടി വെച്ചു. 2 അല്ല 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾറെഡി തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല, പൊട്ടിപ്പോയിട്ട് ഒന്നുമില്ല. സ്റ്റീം കാരണം ഇതുണ്ടോ, നല്ല കൊടൈക്കനാലിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഇപ്പം. അപ്പോൾ ഇനി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പുട്ട് നമ്മുടെ പഴം കൂട്ടിയോ നമ്മുടെ ബീഫ് ചാറോ ബീഫ് കൂട്ടിയോ നമുക്ക് കഴിക്കാമെന്നാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമല്ലോ അല്ലേ മക്കളെ? ഹലോ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? നല്ലതല്ലേ? പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഈ ഒരു എന്താ പറയുക മെത്തേഡ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കുക. ഒരു പുട്ടിന് പകരം 5 അല്ലെങ്കിൽ 6 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. ബൈ. എൻജോയ്.